നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. മാനന്തവാടി രൂപതയിൽ തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക. സാംസ്കാരികവും സാമൂഹികവുമായ ചുറ്റുപാടിൽ ഗ്രാമത്തിന്റെ വിശുദ്ധി കൈവിടാതെ മുന്നോട്ട് ഗമിക്കുമ്പോൾ ആത്മീയതയുടെ അകക്കാമ്പ് അൽഫോൻസാമ്മയുടെ അനുഗ്രഹമാണെന്ന് ഈ ഇടവക തിരിച്ചറിയുന്നു. ക്രിസ്തുവിന്റെ വചനവഴിത്താരകളിൽ ഏകതയോടെ ആത്മീയ മൂല്യങ്ങൾ പകുത്തെടുക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നേതൃത്വം ഏറ്റെടുത്ത് ഈ ഇടവകയെ നയിച്ചുകൊണ്ട് ജെയ്സച്ചൻ ഇവർക്ക് മുന്നേ ഗമിക്കുന്നു. സെന്റ് അൽഫോൺസ് ചർച്ച് വാളേരിയിലെ തിരുബാല സഖ്യത്തിലെ കുട്ടികളാണ് ഞങ്ങൾ. തിരുബാല സഖ്യ പ്രവർത്തനങ്ങളിലൂടെ ഈശോയെ കൂടുതൽ അറിയുവാനും ബാലനായ ഈശോയെ അനുകരിക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നു. അതിനായി ഞങ്ങളുടെ വികാരിയച്ഛനും അധ്യാപകരും ആനിമേറ്റർമാരായ നിഷ ടീച്ചർ, സ്റ്റെഫ്ന ടീച്ചർ, ജാസ്മിൻ ടീച്ചർ എന്നിവരും ഞങ്ങളെ പരിശീലിപ്പിക്കുന്നു. വാളേരി ഇടവകയായതിനു ശേഷം ഈ കഴിഞ്ഞ 2 വർഷവും മേഖലാതല മത്സരത്തിൽ 3ാം സ്ഥാനം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. തിരുബാല സഖ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ദീർഘമായ പരിശീലനത്തിലൂടെയാണ് ഞങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ചത്. തിരുബാല സഖ്യ പ്രവർത്തനങ്ങളിലൂടെ തിരുവചനങ്ങൾ ഹൃദയസ്ഥമാക്കുവാനും പ്രാർത്ഥനകൾ പഠിക്കുവാനും ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ അനുഷ്ഠിക്കാനും ഞങ്ങൾ തയ്യാറാകുന്നു. ഭാരതത്തിൻ്റെ സ്വന്തം അമ്മ, ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ച് ജീവിച്ചിരുന്നപ്പോഴേ വിശുദ്ധ എന്നറിയപ്പെട്ടവൾ. അതെ, നമ്മുടെ സ്വന്തം മദർ തെരേസ. ജീവിത വഴിത്താരകളെ ധന്യമാക്കി കടന്നുപോയ ആ അമ്മയുടെ ജീവിതത്തിലൊരേടുമായി വാളേരിയിലെ യുവജനങ്ങൾ. നന്മ നിറഞ്ഞ ജന്മം. ഏതോ ഒരുത്തി പിഴച്ചു വെച്ചിട്ട് കൊണ്ടെറിഞ്ഞിരിക്കുക ഒരു ചോരക്കുഞ്ഞിനെ. വളർത്താൻ പറ്റാത്തവർ സൃഷ്ടിക്കരുത്. ആ കുഞ്ഞൊരു വികലാംഗയാണ്. കണ്ടോ, 2 കാലുകളും 2 കൈകളും പിറകോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അതിന് ഉറുമ്പരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പട്ടി അടിച്ചു കൊണ്ടുപോയനെ. വാസ്തവത്തിൽ ഇതിനെയൊക്കെ പട്ടി തിന്നുന്ന ഭേദം. വളർന്നു വന്നാൽ ലോകത്തിന് ശല്യമാ. അതീ കിടപ്പ് കിടന്ന വളരെ വൈകാതെ ചത്തുപോകും. ആലോചിച്ച് നോക്കിയാൽ വളരെ കഷ്ടം തന്നെയാണ് ഈ നാടിന്റെ സ്ഥിതി. യുദ്ധം, കൊടും പട്ടിണി, വർഗീയ കലാപം, മഹാദാരിദ്ര്യം. എനിക്ക് ആ കിടക്കുന്ന മനുഷ്യ കുഞ്ഞിനോട് അല്പം സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. എന്നാ പിന്നെ നിങ്ങളെടുത്തുകൊണ്ടുപോയി വളർത്ത് ആ കുഞ്ഞിനെ. കൊള്ളാം, നല്ല കാര്യമായി. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ചോദിക്കും, എന്നാ അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന്. ഈ കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങളുടെ 2ാം ഭാര്യയെ. വിശപ്പാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള നാട്ടിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും? ദേ, ആ അമ്മ വരുന്നുണ്ട്. അതാരാ? അവരാണ് അൽബേനിയയിൽ നിന്ന് ഇവിടെ വന്ന ഭാരതത്തിന്റെ അമ്മ, മദർ തെരേസ. ഓ, ആ പുണ്യവതി ഇവരാണല്ലേ. ദൈവവിളി കേട്ട് വരികയായിരിക്കും. ആ അനാഥ കുഞ്ഞ് ഇവിടെ കിടപ്പുണ്ടെന്ന ദൈവവിളി അവർക്കുണ്ടായിട്ടുണ്ട്. ഈ അനാഥരെയൊക്കെ അവർ എവിടെ കൊണ്ടുപോകും? നിർമ്മൽ ഹൃദയ് എന്ന പേരിൽ അമ്മയ്ക്ക് ഒരു അനാഥശാലയുണ്ട്. ഇവർ കന്യാസ്ത്രീ ആയിട്ട് വന്നതാണ്. പിന്നെ അധ്യാപികയും കൂടിയാണ്. ചേരികളിലെ പാവങ്ങളുടെ കുഞ്ഞുങ്ങളെയാ പഠിപ്പിച്ചിരുന്നത്. കുറേ നാളായി അനാഥാലയവും ചികിത്സാലയവും തുടങ്ങി. ഉപവി എന്ന പേരിൽ സന്യാസിനി സമൂഹത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. മദർ തെരേസ പാവങ്ങളുടെ അമ്മയാണ്, ഒരു സംശയമില്ല.
കുരിശിൻ്റെ ദാരിദ്ര്യത്താൽ നിലീനയും സ്വതന്ത്രയുമായ ഒരു കന്യാസ്ത്രീ ആയിരിക്കാനാണ് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൈവമേ, എൻ്റെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള നിന്റെ തീരുമാനം എന്താണോ അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഒരു തുള്ളി കണ്ണുനീര് പോലും ചൊരിയാതെ എനിക്കതിനുള്ള കരുത്ത് നൽകിയാലും അമ്മ, ദൈവമേ, എന്നെ ഒന്ന് കൊന്നു തരാമോ? ഓ, ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. മകനെ, വേണ്ട വേണ്ട, എന്നെ തുടരുത്. ഞാനൊരു കുഷ്ഠരോഗിയാണ്. ശരീരം മുഴുവൻ ചോരയും ചലവും വ്രണങ്ങളും പഴുപ്പുമാണ്. അവയവങ്ങൾ ഓരോന്നോരോന്നായി അടർന്നു പോയിക്കൊണ്ടിരിക്കുക. വേണ്ട, എന്നെ തുടരുത്. തൊടുന്നവർക്ക് നാറും. ഇല്ല മോനെ, നീ ഭയപ്പെടാതിരിക്കൂ, കരയാതിരിക്കൂ. നിന്നെ ഞാൻ കൊണ്ടുപോകും, ആശ്വസിപ്പിക്കും, ചികിത്സിക്കും. നിന്റെ രോഗം ഞാൻ മാറ്റും. നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. നിനക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ കഴിയുമോ? ഇല്ല, എനിക്ക് വയ്യ. എങ്കിൽ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകാം. വാഹനം അപ്പുറത്ത് കിടപ്പുണ്ട്, അതിങ്ങോട്ട് കയറില്ല. ഇതൊന്നും ചെയ്യാൻ ഞാൻ ആരുമല്ല. യാതനകളുടെ മഹാസമുദ്രത്തിലേക്ക് ഇറ്റി വീഴുന്ന ഒരു തുള്ളി ജലത്തിന്റെ പ്രസക്തി മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ആ ഒരു തുള്ളിയുടെ കുറവ് സമുദ്രത്തെ എത്ര തന്നെ ദരിദ്രമാക്കുകയില്ല. കരയരുത്, പ്രാർത്ഥിക്കൂ. ദൈവം വിടുതൽ തരും. നമ്മൾ ആരും ഒന്നുമല്ല. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഈ വ്രണങ്ങളിൽ പുഴുക്കളുണ്ട്. അവയെ നീക്കം ചെയ്യുമ്പോൾ വേദന മാറും, ആശ്വാസവും കിട്ടും. ഇനി ഈ മരുന്നുകൂടി പുരട്ടുമ്പോൾ പരിപൂർണമായ ആശ്വാസം കിട്ടും. വേദന നിശ്ചയമായും മാറും. വന്നിട്ട് അധിക നേരമായോ? ഇല്ല മദർ. ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാനിവിടുത്തെ പോലീസ് കമ്മീഷണറാണ്. ഇദ്ദേഹം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ്. എന്റെ പേരിൽ പരാതി പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇരിക്കൂ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായി പറയാം. വേണ്ട മദർ. അല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയണ്ടേ? വേണ്ട മദർ, ഞങ്ങളോട് മദർ ഒന്നും പറയണമെന്നില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. കേൾക്കൂ, ജനനം കൊണ്ട് ഞാൻ അൽബേനിയക്കാരിയാണ്. പൗരത്വത്തിൽ ഞാനൊരു ഇന്ത്യക്കാരി. വിശ്വാസം കൊണ്ട് കത്തോലിക്കയായ കന്യാസ്ത്രീ. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലോ ഈ ലോകം മുഴുവനു വേണ്ടിയും. എൻ്റെ ഹൃദയത്തിലാകട്ടെ ക്രിസ്തുവിൻ്റെ നിറസ്നേഹവും. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്നവനായും
രോഗിയായും കാരാഗ്രഹവാസിയായും എനിക്ക് മുന്നിലെത്തുന്ന ഓരോ മനുഷ്യനിലും ഞാൻ പീഡിതനായ യേശുവിനെ കാണുന്നു. നീ ഇവർക്ക് വേണ്ടി ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്, അതും കർത്താവ് തന്നെയാണ് പറഞ്ഞത്. വിളവധികം എന്നാ വേലക്കാരോ ചുരുക്കം എന്ന് ഖേദിച്ചവന്റെ ലോകത്തിന്റെ അതിരുകളോളം പരന്നു കിടക്കുന്ന വയലേലുകളിലേക്ക് വിതയ്ക്കും കൊയ്ത്തിനുമായി ഇറങ്ങിത്തിരിച്ച ഒരെളിയ കന്യാസ്ത്രീയാണ് ഞാൻ. ഭാരതീയ സംസ്കാരത്തിന്റെ നിറഞ്ഞ ഹൃദയങ്ങളെ ഞാൻ ആദരിക്കുന്നു. മതപരിവർത്തനം എന്റെ ജോലിയല്ല. മദർ, ഈ വലിയ അമ്മയെ ഭാരതം ആദരിക്കുന്നു. അതിന് സംശയം വേണ്ട. അമ്മയുടെ വിശദീകരണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അമ്മ അഗതികളുടെ അമ്മ, ഭാരതത്തിന്റെ മാത്രം അമ്മയല്ല, ലോകത്തിന്റെ അമ്മയാണ്. എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരാം. നിങ്ങൾ തന്ന പരാതി അനുസരിച്ച് ഈ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം, അതിനു മുമ്പ് നിങ്ങളുടെ അമ്മയോ ഭാര്യയോ പെങ്ങളോ ഇവിടെ വന്ന് ഈ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏറ്റെടുക്കുമെങ്കിൽ മാത്രം. അമ്മേ, ഈ നിർമ്മല ഹൃദയത്തിൽ വെച്ച് അമ്മയുടെ നിറഞ്ഞ ഹൃദയത്തിന് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ദൈവത്തിന് വേണ്ടി മനോഹരമായത് എന്തെങ്കിലും ചെയ്യാനിറങ്ങിയ അവിടുത്തെ ഈ വലിയ മനസ്സിന് മുമ്പിൽ ഭാരതം ഒന്നടങ്കം നമിക്കുന്നു. വീണ്ടുകീറിയ ആ പാദങ്ങൾ സഞ്ചരിച്ചു തീർത്തത് ഭൂമിയിലാർക്കും നടന്നു തീർക്കാനാവാത്ത ദൂരങ്ങളായിരുന്നു. ജരകൾ വീണ് ചുക്കിച്ചുളഞ്ഞ ആ കണ്ണുകൾ കണ്ടതെല്ലാം കണ്ണീരിൻ്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും കാഴ്ചകളായിരുന്നു. ആ ശരീരം അകത്തോട്ടൽപ്പം കൂനിപ്പോയത് അവർ ചുമലിലേറ്റിയ ഭാരങ്ങൾ നിമിത്തമായിരുന്നു. കുപ്പക്കുഴിയിൽ നിന്ന് വീണ്ടെടുപ്പിലൂടെ സനാഥത്വത്തിലേക്ക്, അവഗണനയുടെയും വേദനയുടെയും ആഴങ്ങളിൽ നിന്ന് പ്രത്യാശയുള്ള പുനർജന്മത്തിലേക്ക്, അമ്മയുപേക്ഷിച്ച ഗർഭപാത്രത്തിൽ നിന്ന് ജീവന്റെ സമൃദ്ധിയിലേക്ക്. നരബലി കൊണ്ടു കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിറാവു പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ, പരദേശത്തു നിന്നൊരു പിറാവു പോൽ പറന്നു വന്നതാം പരസ്നേഹമേ, പല നൂറ്റാണ്ടായി മകുടമോഹനത്തിൽ മരണശങ്കുലി മുഴങ്ങുമീ മണ്ണിൽ, ജനകനില്ലാതെ ജനനിയില്ലാതെ കുലവും ജാതിയും മതവുമില്ലാതെ തെരുവിൽ വാവിട്ടു കരയും ജീവനെ ഇരു കയ്യാൽ വാരിയെടുത്തു ചുംബിക്കും മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ, ഒരു വെള്ളി വെളിച്ചത്തിൻ വിമല ജീവിതം വെറുമൊരു ചാരക്കഥയെന്നെണ്ണുന്ന തിമിരകാലത്തിനടിമയായ ഞാൻ, നറും മുലപ്പാലിലലക്കിയ നിന്റെ തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ടൊരൻ കരം തുടച്ചോട്ടെ, തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ടൊരൻ കരം തുടച്ചോട്ടെ. മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും, മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. മദർ തെരേസയ്ക്ക്
രസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. ഇടവകയുടെ പാരിഷ് കൗൺസിൽ എല്ലാ മാസവും 2ാം ഞായറാഴ്ച പാരിഷ് കൗൺസിൽ യോഗം ചേരുകയും ആ മാസത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നു. അതാത് മാസങ്ങളിലേക്ക് വേണ്ട പദ്ധതികളുടെ രൂപരേഖകൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. വികാരിയച്ഛൻ്റെ അജപാലന പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ മാസവും വാർഡ് സന്ദർശനവും വാർഡ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. വാളേരി സെൻ്റ് അൽഫോൺസ ദേവാലയത്തിലെ ഗായക സംഘങ്ങളാണ് ഞങ്ങൾ. ഇവിടെ 3 ടീമംഗങ്ങളായിട്ടാണ് ഗാനശുശ്രൂഷകൾ ചെയ്യുന്നത്. ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ എന്നിങ്ങനെ. വികാരിയച്ഛൻ്റെ നിർദ്ദേശാനുസരണം തങ്ങൾക്ക് ലഭിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഗാനശുശ്രൂഷകൾ ചെയ്യുന്നു. പുതിയ ഗാനങ്ങൾ പഠിക്കുവാനും ആരാധനാക്രമം വളരെ സജീവമായി അതിൽ പങ്കുചേരുവാനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. സെയിന്റ് അൽഫോൻസ ദേവാലയത്തിൻ്റെ ജീവനാഡിയായ ഈ വൈദികൻ ഇടവകയുടെ സർവോന്മുഖ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുന്നു. സംഗീത വഴികളിലൂടെ ചരിക്കുന്ന ഈ പുരോഹിതൻ ആത്മീയതയുടെ അകക്കാമ്പ് താളലയത്തിൽ ചാലിച്ചെഴുതുന്നു. സംഗീത സംവിധായകനായും ഗാനരചയിതാവായും കേൾവികൊണ്ട ഫാദർ ജെയ്സ് പൂതക്കുഴി തൻ്റെ കഴിവുകൾ ദൈവമഹത്വത്തിനായി ഉപയോഗിച്ചുകൊണ്ട് വാളേരി ഇടവകയുടെ നാഥനാകുന്നു.